1921 നവംബർ 19 നടന്ന വാഗൺ ട്രാജഡിയുടെ മിനിയേച്ചർ നിർമ്മിച്ച ചെറായി സ്വദേശി CR സുനിൽ ബുധനാഴ്ച 104 വർഷങ്ങൾ തികയുന്ന അതിദാരുണമായ ദുരന്തത്തെ സ്മരിക്കുകയാണ് പുനരാവിഷ്കാരത്തിന്റെ ലക്ഷ്യം. വായിച്ചറിഞ്ഞ ചരിത്രത്തിലുടനീളം സഞ്ചരിച്ച് ഒരു ദിവസം 1-2 മണിക്കൂറുകൾ നീക്കിവെച്ച ഒരു വർഷം കൊണ്ടാണ് അദ്ദേഹം ഇത് പൂർത്തിയാക്കിയത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് 1921 നവംബർ മാസം 19 സംഭവം നടക്കുന്നത്. ഏകദേശം 70ഓളം പേരാണ് ഈ വാഗൺ ട്രാജഡി എന്ന സംഭവത്തിൽ ബന്ധപ്പെട്ടത്. അതിന്റെ പ്രതീകമായിട്ടാണ് ഇതിന്റെ ഒരു മിനിയേച്ചർ രൂപം സാധിച്ചത്. കുറെ വർഷങ്ങളായി, അതായത് 3 വർഷങ്ങളായി ഞാൻ ഈ തുടക്കം എടുത്തിട്ട് ദിവസം ഒരു 15-20 നേരമാണ് ഞാൻ ചെലവാക്കിയിരുന്നത്. അങ്ങനെയാണ് അത് പൂർത്തീകരിക്കാൻ സാധിച്ചത്. ഇതിനകത്ത് സ്വാതന്ത്ര്യ സമരത്തിന്റെ പുസ്തകങ്ങൾ വായിച്ച് അതിനകത്ത് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് ഈ സംഭവം ഉണ്ടാക്കാൻ എനിക്ക് കഴിഞ്ഞത്. ഞാൻ വീട്ടിൽ ഇതുപോലുള്ള ചെറിയ വലുതുമായ ഒരുപാട് രൂപങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. 1921 മലബാർ കലാപത്തെ തുടർന്ന് ബ്രിട്ടീഷ് പട്ടാളം തടവിലാക്കിയവരെ ചരക്കു കയറ്റുന്ന വാഗണിൽ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയ യാത്രാമധ്യേ 70 പേർ അതിദാരുണമായി ശ്വാസം മുട്ടി മരിച്ച സംഭവമാണ് വാഗൺ ട്രാജഡി. കൊച്ചി ബിനാലയിൽ പ്രദർശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് പള്ളിപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കൂടിയായ സുനിൽ വാഗൺ ട്രാജഡി മിനിയേച്ചറിന് രൂപം നൽകിയത്. എന്നാൽ ബിനാലയിൽ എൻട്രി ലഭിക്കാതെ വന്നതോടെ നിരാശനായി. പല മിനിയേച്ചറുകളും ഉണ്ടാക്കാറുള്ള സുനിൽ വളരെ സൂക്ഷ്മതയോടെയാണ് തന്റെ പുതിയ സൃഷ്ടി നടത്തിയിരിക്കുന്നത്. അക്കാലത്തെ പട്ടാളക്കാരുടെയും തടവുകാരായവരുടെയും എല്ലാം വേഷവിധാനം വളരെ കൃത്യതയോടെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. കൂടാതെ ആവി എഞ്ചിനും ചരക്കു കയറ്റുന്ന കമ്പാർട്ട്മെന്റുകളും ട്രാക്കും റെയിൽവേ സ്റ്റേഷനും ഉൾപ്പെടെ 10 അടിയോളം നീളമുള്ള വാഗൺ വീടിന്റെ മുകളിലത്തെ മുറിയിൽ 2 മേശകളിലായാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിന്റെ ട്രെയിൻ എന്ന് പറഞ്ഞത് ആവി എഞ്ചിനാണ് ശരിക്കും പറഞ്ഞത്. ആവി എഞ്ചിനും കൽക്കരി ഉപയോഗിച്ചിരുന്ന ആവി എഞ്ചിനായിരുന്നാണ് എനിക്ക് വായിച്ചറിയാൻ സാധിച്ചത്. നമുക്ക് 2 ബോഗികളുണ്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്ലാഗ്മാൻ നിൽക്കുന്ന ഒരു ബോഗിയും അതും ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ റൂമ്, അതിനകത്ത് ഇന്ത്യൻ റൂമിൽ ലോക്കോ പൈലറ്റ് ഉണ്ട്. പിന്നെ കൽക്കരി വായുന്ന രൂപം ചെയ്തിട്ടുണ്ട്. മരിച്ചു കിടക്കുന്ന ആളുകളിലേക്ക് ക്യാബിൽ നിന്ന് പുറത്തേക്ക് കാലുകളും തലകളൊക്കെ പുറത്തേക്ക് കാണിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ബ്രിട്ടീഷ് പട്ടാളവും ബ്രിട്ടീഷ് പോലീസും നമ്മുടെ നാടൻ പോലീസും ഇതിനകത്ത് കാണിക്കാൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇരുമ്പ് ഷീറ്റ്, മരം, പ്ലാസ്റ്റിക്, കരിങ്കൽ ചീളുകൾ, മൈക്ക തുടങ്ങിയവ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത്.